ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 4ലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു ബാത്റൂം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. എന്നാലേ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ബാത്റൂം കൺസ്ട്രക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. ബാത്റൂമിൻ്റെ നീറ്റ്നെസ്സിന് വേണ്ടി നമുക്ക് കൺസ്ട്രക്ഷൻ ടൈമിൽ ആദ്യം ചെയ്യാൻ പറ്റുന്നത് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തിരിക്കുക എന്നുള്ളതാണ്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ അധികം കോസ്റ്റ് വരുന്ന കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. രണ്ട് രീതി ചെയ്യാം. കോസ്റ്റ് വരുത്തി ചെയ്യാം, കോസ്റ്റ് കുറച്ചും ചെയ്യാം. അത്യാവശ്യം ബഡ്ജറ്റുള്ള ഒരു വീടാണെങ്കിൽ നിങ്ങൾ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തിരിക്കുക. ഒരു നോമിനൽ ബഡ്ജറ്റാണ് നിങ്ങളുടെ വീടിനുള്ളതെങ്കിൽ അതിൻ്റെ ഫ്ലോറിന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിക്കൊണ്ട് എന്നുവെച്ചാൽ ഫ്ലോറ് വെറ്റ് ഏരിയ കുറച്ച് താത്തും ഡ്രൈ ഏരിയ കുറച്ച് പൊക്കിയും ചെയ്തുകൊണ്ട് ഒരുപാട് പൊക്കമല്ല, ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ പൊക്കിക്കൊണ്ട് നമുക്ക് അങ്ങനെ തരംതിരിക്കാവുന്നതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അധികം വെള്ളം ഇങ്ങോട്ട് ഡ്രൈ ഏരിയയിലിട്ട് ഒഴുകി വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നീറ്റായിട്ട് ഏരിയ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഡ്രൈ ഏരിയയിൽ വാഷ് ബേസിൻ, ക്ലോസറ്റ് തുടങ്ങി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കബോർഡ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും. സാധനങ്ങൾ അവിടെ ഇവിടെ വാരിയിടാതെ ഒരു കബോർഡിൽ ഒതുക്കി വെച്ചാൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ബാത്റൂം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബാത്റൂം ഉണ്ടെങ്കിൽ താഴത്തെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് താഴ്ത്തി കോൺക്രീറ്റ് ചെയ്യുക. ബാത്റൂമിൻ്റെ പോർഷൻ കുറച്ച് താഴ്ത്തി കോൺക്രീറ്റ് ചെയ്യുക. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂമിലേക്ക് കുറച്ച് കൺസീൽഡ് പൈപ്പ്സുകളാണ് അതിൻ്റെ ഫ്ലോറിൽ വരുന്നത്. ഏകദേശം 4 ഇഞ്ച് പൈപ്പുകളൊക്കെയാണ് നമ്മൾ ഫ്ലോറിൽ നോർമലി കൺസീൽഡ് ആയിട്ട് ഇടാറുള്ളത്. ആ പൈപ്പുകളുടെ തിക്നെസ് കാരണം ഒരുപാട് പൊക്കം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാണാനൊരു അഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് താത്തത് കോൺക്രീറ്റ് ചെയ്താൽ അത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴും കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ചെയ്യുന്നതിൽ. വാട്ടർ പ്രൂഫിംഗ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് വലിയ കോസ്റ്റ് വരുന്ന കാര്യമല്ല. ഒരു മിനിമൽ കോസ്റ്റേ വാട്ടർ പ്രൂഫിങ്ങിന് വരുന്നുള്ളൂ. പല കോസ്റ്റിൽ ചെയ്യാം. നമുക്ക് മിനിമൽ കോസ്റ്റിൽ മാർക്കറ്റിൽ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. ആ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ടൈൽ ഒട്ടിക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ ബാത്റൂമിൽ ടൈൽ ഒട്ടിക്കുമ്പോൾ വെട്രിഫൈഡ് ടൈൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഫ്ലോറിൽ, വാളിലല്ല. വാളിൽ നിങ്ങളുടെ ഓപ്ഷനാണ്. വാൾ ടൈൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. സെറാമിക് ടൈലാണ് വാൾ ടൈൽ വരുന്നത്. ഫ്ലോർ ടൈൽ വെട്രിഫൈഡ് ടൈൽ തന്നെ കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കണം. വെട്രിഫൈഡ് ടൈൽ ലേ ചെയ്യുമ്പോൾ സ്പേസർ ഉപയോഗിച്ച് ലേ ചെയ്യണം. അതോടൊപ്പം തന്നെ അപ്പോക്സി ഫില്ല് ചെയ്യണം. ആ ഗ്യാപ്പ്, സ്പേസർ ഗ്യാപ്പ് അപ്പോക്സി ഫില്ല് ചെയ്ത് അത് നീറ്റാക്കണം. അത് അഡീഷണൽ ഒരു വാട്ടർ പ്രൂഫിംഗ് ആണ് നമ്മളിങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്നത്. ബാത്റൂമിലെ കൺസീൽഡ് ആയിട്ട് വരുന്ന PVC പൈപ്പുകൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. പലതരം PVC പൈപ്പുകൾ അവൈലബിൾ ആണ്. PVC നോർമൽ PVC കിട്ടും, CPVC കിട്ടും, PPR പൈപ്പുകൾ കിട്ടും. നമ്മുടെ ആവശ്യം അനുസരിച്ച് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രസൻറ്റ് റിക്വയർമെൻറ്റ് മാത്രമല്ല ഫ്യൂച്ചർ റിക്വയർമെൻറ്റൂടെ കരുതി മാത്രമേ കൺസീൽഡ് ആയിട്ടുള്ള പൈപ്പുകൾ സെലക്ട് ചെയ്യാവുള്ളൂ. നോർമൽ PVCയിൽ നമുക്ക് നോർമൽ വാട്ടർ മാത്രമേ പറ്റുകയുള്ളൂ. CPVC ആകുമ്പോൾ നമുക്ക് ഹോട്ട് വാട്ടറും അതുവഴി ക്യാരി ചെയ്യാം. അതുപോലെ നമ്മൾ PPR പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടറും അതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രഷർ പമ്പ് ലൈൻസും അതിനകത്ത് തന്നെ അതിലൂടെ തന്നെ നമുക്ക് പ്രഷർ പമ്പ് ലൈൻസൂടെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ബാത്റൂമിലെ CP ഫിറ്റിങ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം മാത്രം സെലക്ട് ചെയ്യുക. കാരണം നമ്മൾ ബാത്റൂമിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് പൈപ്പുകൾ. പൈപ്പുകൾക്ക് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് യൂസ് വരുന്നൊരു സാധനമാണ് ഈ പൈപ്പ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്താൽ വീണ്ടും കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ വീണ്ടും പ്ലംബറെ വിളിക്കേണ്ടി വരും. അതുപോലെ തന്നെ മിക്സഡ് ടാപ്പിൻ്റെ വേറെ അഡ്വാൻറ്റേജ് നമുക്ക് ചൂടുവെള്ളവും തണുത്തുവെള്ളവും ഈ ഒരു ടാപ്പിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഷവറിൻ്റെ കൺട്രോളും ഈ മിക്സഡ് ടാപ്പിൽ കിട്ടും. അതുകൊണ്ട് ഇതിന് പ്രത്യേകം കൺട്രോളിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒറ്റ ഏരിയയിൽ തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഷവറിൻ്റെ ലെഗ് വരുമ്പോൾ അത്യാവശ്യം ഒരു 1.5 അടി നീളമെങ്കിലും ഉള്ള ലെഗാണ് നല്ലത്. കാരണം വെച്ചാൽ എന്നാലേ നമുക്ക് ഷവറിൻ്റെ ഒരു കറക്റ്റ് എഫക്റ്റിൽ നമുക്ക് ആ ഷവർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഹെൽത്ത് വസറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കൂടിയ സാധനം വാങ്ങിക്കേണ്ട. കാര്യം ചെയ്തതിന് ഒരുപാട് യൂസുള്ള സാധനമാണെങ്കിലും PVC ഹെൽത്ത് വസറ്റാണ് കുറച്ചുകൂടെ ബെറ്റർ. ഹെൽത്ത് വസറ്റ് അതുമല്ല, കമ്പനികളൊന്നും ഹെൽത്ത് വസറ്റിന് വലിയ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. മാക്സിമം കൊടുക്കുന്നത് 1 ഇയർ ആണ്. അതുകൊണ്ട് നിങ്ങൾ PVC ഹെൽത്ത് വസറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഡ്യൂറബിലിറ്റിയുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ബെറ്റർ. ബാത്റൂമിൽ ഒരു കബോർഡും ചെറിയൊരു കബോർഡും ഒരു വാഷ് ബേസിനും ഒരു മിററും ഉൾപ്പെടുത്താൻ കഴിയുന്നത് ശ്രമിക്കുക. വളരെ നല്ലതായിരിക്കും അത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉപയോഗിക്കുന്ന ക്ലോസറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ഫ്ലോർ നീറ്റായി ഇരിക്കാനായിട്ട് വളരെ നല്ലൊരു സാധനമാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്. നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ഉപയോഗിച്ചാൽ. ബാത്റൂം ടൈലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ടൈൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിൽ നിങ്ങൾ കഴിയുന്നതും വെട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ച് ഫ്ലോറിങ് ചെയ്യുക. അതോടൊപ്പം തന്നെ അപ്പോക്സി ഉപയോഗിച്ച് ഫില്ല് ചെയ്യേണ്ടതുമാണ്.
നോർമൽ നമ്മുടെ വാൾ ഹൈറ്റ് വരുന്നത് 3 മീറ്ററാണ്. ബാത്റൂമിന് അത്രയും ഹൈറ്റ് നമുക്ക് ആവശ്യമില്ല. ബാത്റൂമിന് നമുക്കൊരു 7 അടി പൊക്കം മാത്രം മതി. അതിനുശേഷം ഉള്ള ബാക്കി സ്ഥലം നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ 7 അടിക്ക് മുകളിൽ വെച്ച് നമ്മൾ ആദ്യം ഒരു കോൺക്രീറ്റ് ചെയ്യുക, അതിൻ്റെ മുകളിൽ നോർമൽ കോൺക്രീറ്റ് ചെയ്തു പോവുക. അന്നേരം ഒരു ഗ്യാപ്പ്, നല്ലൊരു ഗ്യാപ്പ് കിട്ടും നമുക്ക്. ആ ഒരു ഗ്യാപ്പ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. എന്നാലേ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് മാത്രമല്ല മറ്റാർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പരിചയത്തിലോ ഫ്രണ്ട് സർക്കിളിലോ ആരെങ്കിലും കാണും ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും നമ്മുടെ ഈ ചാനൽ. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് വരുന്നവരെ സീ യു, ബൈ ബൈ.